അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ കറിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറി അല്ല കേട്ടോ, കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ കുറച്ച് വ്യത്യസ്തമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു കറി ചോറിൻ്റെ കൂടെ അത്ര നന്നായിരിക്കില്ല. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും റൊട്ടിയുടെയും നാൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കൊടുക്കാനായിട്ട് കുറച്ച് കസൂരി മേത്തിയൊക്കെ ചേർക്കുന്നുണ്ട്. അത് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അളവിൽ ചേർക്കാം, താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അളവ് കുറച്ചിട്ട് ചേർക്കാം. പിന്നെ പഞ്ചസാര ചേർക്കാം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പഞ്ചസാര ചേർത്താലേ കറി പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് തൈരിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തുക. എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് തൈര് കൂടി പോകേണ്ട ആവശ്യമില്ല. തൈരൊന്ന് ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന അളവിൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള തൈര് തന്നെ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ തൈര് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ചുകൂടി തൈര് ചേർക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ 1.5 കിലോ ചിക്കനായിട്ട് ഏകദേശം ഒരു 1.25 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ തിക്നെസ് അനുസരിച്ച് ആ അളവിൽ വ്യത്യാസം വരും. നല്ല കട്ട തൈരാണെങ്കിലാണ് ഈ 1.25 കപ്പ് എന്നുള്ള അളവ് വരുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം ചേർന്ന് മിക്സായി ഒരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം റെഡിയാക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1/2 മണിക്കൂറായി. ഇപ്പോൾ നമ്മുടെ സവോള നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. വലിയ സവോളയാണെങ്കിൽ ഒരു 5 സവോള എടുക്കാം, ചെറുതാണെങ്കിൽ 7 എണ്ണം വരെ എടുക്കാം. പിന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പീസ് ബേ ലീഫ്, നമ്മുടെ കറുകപ്പട്ടയുടെ ഇല. പിന്നെ ഒരു 6 ഗ്രാമ്പു, 8 ഏലക്ക, ഒരു പീസ് പട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല ആദ്യം റെഡിയാക്കാം. മസാല എന്ന് വെച്ചാൽ ഒരു അരപ്പ് റെഡിയാക്കിയിട്ടാണ് നമ്മളിത് കറിയാക്കുന്നത്. അപ്പോൾ ആദ്യം ഈ അരപ്പിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാനിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബേ ലീഫ്, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ പട്ട, ഇതൊന്ന് ഇളക്കി ചൂടായി വരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് സവോളയാണ്. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് സവോള സോഫ്റ്റ് ആയി വരുന്നത് വരെ, കളർ മാറി ഡാർക്ക് ബ്രൗൺ ആയി പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക. ഇനി സവോള ഒന്ന് കുക്കായി വരട്ടെ. നമ്മളിപ്പോൾ സവോള ഒരു 8 മിനിറ്റ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും മതി. ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് മാറി കഴിയുമ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ ആദ്യം മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുക. അപ്പോഴേ കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഫൈൻ പേസ്റ്റായിട്ട് അരയണമെന്നില്ല, എങ്കിലും ഒരുവിധം നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ സവോളയൊക്കെ അരച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ സവോളയുടെ പേസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി
ഇതൊന്ന് കുക്കായി വരുന്നത് വരെ ഒരു 3 മിനിറ്റ് സവോള മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോള കുക്കായിട്ട് ഇപ്പോൾ ഇത് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ കിച്ചൂസാണ് ഇളക്കുന്നത്, അതുകൊണ്ടാണ് ഒന്ന് സ്ലോ ആയത്. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോഴാണ് നമ്മുടെ മസാലകൾ ബാക്കിയുള്ളത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളെടുക്കുന്ന തക്കാളിക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തൈര് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി തുടങ്ങും. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 5 മിനിറ്റ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലകൾ ആഡ് ചെയ്യാം. നമ്മുടെ കറിയുടെ കളർ എന്ന് പറയുമ്പോൾ കുറച്ച് റെഡ് ഷെയ്ഡാണ്. അതിനായിട്ട് നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1.25 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി യൂസ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ്. ജീരകത്തിന്റെ ആ ഒരു ഫ്ലേവർ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ജീരകം ചേർത്തിട്ടുണ്ട്, എങ്കിലും വീണ്ടും കുറച്ചുകൂടി ജീരകപ്പൊടി ചേർക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് കമന്റ്സ് വരാറുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ട്. നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണിത്. ഇതുപോലെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അടുത്താണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് കയ്യിൽ തിരുമ്മി ഈ ചിക്കനിലേക്ക് ചേർക്കുക. ഇനി നമുക്ക് വീണ്ടും ചേർക്കേണ്ടതുണ്ട്. ഇപ്പോൾ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഈ പൊടികളൊന്ന് കുക്കായി വരട്ടെ. ഇനി വീണ്ടും ഒരു 3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ പൊടികൾ ഇപ്പോൾ ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് ആയി. ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി. ഞാനിപ്പോൾ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി വീണ്ടും ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് ഗ്രേവി നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാം. ചില ആളുകൾക്ക് നല്ല ഗ്രേവിയുള്ള കറി ആയിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് അധികം ഗ്രേവിയുള്ള കറി ആയിരിക്കില്ല. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഒരു 5 മിനിറ്റ് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേവിയുടെ അളവ് തീരുമാനിക്കാം. പിന്നെ പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം 2 മിനിറ്റ് പഞ്ചസാര ആഡ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട്, തക്കാളി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ചെറിയൊരു പുളി ഉണ്ടാവും. അപ്പോൾ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 മിനിറ്റ് പഞ്ചസാര ചേർക്കുമ്പോൾ കറിയുടെ ടേസ്റ്റും കൂടും. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഗ്രേവി മതി. ഗ്രേവി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുന്ന കാര്യമാണ് പറഞ്ഞത്. വീണ്ടും നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണും കൂടി നമ്മുടെ കസൂരി മെത്തി ചേർക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കുക. ഇനി നമുക്ക് നമ്മുടെ കറി നമ്മളിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണോ, അപ്പത്തിൻ്റെ കൂടെയാണോ, പൊറോട്ടയുടെ കൂടെയാണോ, ഏതിൻ്റെ കൂടെയാണോ കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിച്ചൂസിൻ്റെ ആൻ്റെ കൂടെ കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഏതിൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. പക്ഷേ
നല്ല ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാൾ ഒന്ന് ചൂട് കുറഞ്ഞിട്ട് കഴിക്കുകയായിരിക്കും ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാലകളൊക്കെ ഒന്നുകൂടി പിടിച്ച് ആ ഗ്രേവിയുടെ ടേസ്റ്റ് എല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ചപ്പാത്തി ഒന്നും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല, ചപ്പാത്തി കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ ചിക്കൻ കറി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് ഇപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെയും പുലാവിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഏതിൻ്റെ കൂടെയാണ് ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.